വല്ലാത്തൊരു സമാപനമായി പോയി. അതായത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. വി ഡി സതീശൻ പറഞ്ഞ ഗാലക്സി ഓഫ് ലീഡേഴ്സ് കോൺഗ്രസ്സിന് എന്ന് പറഞ്ഞാൽ ഈ ഗാലക്സി ഓഫ് ലീഡേഴ്സിൽ എന്തെങ്കിലും ഒരു റോള് ഒപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണോ എന്നറിയില്ല. പാലോട് രവി സ്വയം അങ്ങ് തീരുമാനിക്കുന്ന പോലെയായിരുന്നു. അദ്ദേഹം ശരി എല്ലാവരും എഴുന്നേക്കൂ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് താളം പിടിച്ച് സത്യത്തിൽ സിദ്ദിഖുണ്ടല്ലോ, സിദ്ദിഖിന് എനിക്കൊന്ന് ഇടിവെട്ടേറ്റ പോലെ തോന്നിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ വേദിയിൽ ആദ്യം അത് മനസ്സിലായത് സിദ്ദിഖിനാണ്. സിദ്ദിഖിന് ഒരു വലിയ അവാർഡാണ് കൊടുക്കേണ്ടത്. അല്ല അത് കണ്ടില്ലേ, അതായത് ഈ വർഷത്തെ ഏറ്റവും മികച്ച രക്ഷാപ്രവർത്തനം അടുത്ത വരി ഇനി എന്തോ വരാൻ പോകുന്നു. അല്ല മംഗളമല്ല മനോരമയാണെന്നൊക്കെ ശരത്ത് പറഞ്ഞ കാര്യം. അത്രയും നേതാക്കൾ അവിടെ ഗാലക്സി ഓഫ് ലീഡേഴ്സ് അവിടെ നിന്നിട്ട് ഒരാൾക്കും ഇത് പെറ്റുപറ്റിയെന്ന് മനസ്സിലായി. വാക്കുകൾ അനർത്ഥമായി കേട്ടോ. ഗാലക്സി ഓഫ് ലീഡേഴ്സ് ആണ്, കാരണം എല്ലാവരും പിന്നെ എയറിലായിരുന്നു, ഗാലക്സി തന്നെ ആയിരുന്നു. അതുകൊണ്ട് പിന്നെ ബിന്ദുകൃഷ്ണക്ക് ചിരിയടക്കാൻ പറ്റുന്നില്ല. അതായത് ഈ സിദ്ദിഖ് അങ്ങോട്ടേക്ക് വരുന്നു. സിദ്ദിഖ് ഒരു ഡിഫൻഡറെ പോലെയായിരുന്നു. ഈ തോൾ ഭാഗം കൊണ്ട് പാലോട് രവിയെ തള്ളി മാറ്റുന്നു. പാലോട് രവിക്ക് കാര്യം മനസ്സിലാവുന്നില്ല, ഇതെന്താ സംഭവിക്കുന്നു. അപ്പോൾ സിദ്ദിഖിൻ്റെ സ്ക്രിപ്റ്റായിരുന്നു ഗംഭീരം. CD കാക്കക്കുയിൽ സിനിമ പോലെ CD എടുക്കുക. പക്ഷെ അതിൽ മനു ഒരു സംഭവമുണ്ട്, അസാമാന്യമായിട്ടുള്ളൊരു ട്രോള് ഈ ഷൂട്ടിന് മുമ്പ് NBC തന്നെ പറഞ്ഞു. അത് NBC പറഞ്ഞു തന്നെ നമുക്കൊന്ന് കേൾക്കണം ആ CD കുറിച്ച്. അല്ല CD ചോദിക്കുന്നു, CD സുമേഷിന്റെ കയ്യിലാണെന്ന് മറ്റൊരു കോൺഗ്രസ്സുകാരൻ പറയുന്നു. സന്ദേശത്തില് മാമുക്കോയ നയിക്കുന്ന കോൺഗ്രസ്സുകാരിങ്ങനെ നിരന്ന് നിൽക്കുന്ന ആ ഒരു ദൃശ്യമിട്ടിട്ടാണ് ഇത് പറയുന്നത്. ആ ചിത്രത്തില് സുമേഷിന്റെ കയ്യില്. അപ്പോൾ മാമുക്കാവ് ചോദിക്കുന്നു ഓനെവിടെ എന്ന് ചോദിക്കുന്നു. ഓൻ BJP പോയി എന്നാണ് ഉത്തരം. CD കയ്യിലുള്ള ദേശീയഗാനത്തിന്റെ CD കയ്യിലുണ്ടായിരുന്ന ഒരേ ഒരു കോൺഗ്രസ്സുകാരൻ BJPയിലേക്ക് പോയി. ഇതിനകത്ത് ഈ കഴിഞ്ഞ ഈ സമരാഗ്നിയുമായി ബന്ധപ്പെട്ട് തുടങ്ങിയത് മൊത്തം തമാശയായിരുന്നു. അതിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടതല്ലേ സുധാകരൻ എൻ്റെ മൈഡിയർ എന്ന് പറഞ്ഞത് കണ്ടതാണല്ലോ. സുധാകരൻ മൈഡിയർ എന്നൊന്നുമല്ല പറഞ്ഞത്, അതെ മൈഡിയർ സഹോദരൻ ഉദ്ദേശിച്ചവർ അനിയ ചേട്ടന്മാരാണെന്ന് പറഞ്ഞ സംഭവം. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഏറ്റവും രസകരമായത് ഈ പാലോട് രവിയൊന്നും അല്ല വിഷയം. പാലോട് രവി അതിനകത്ത് വന്നു വിട്ടതായിരുന്നു. സമരാഗ്നി എന്ന് പറയുന്ന ഈ ജാഥ നടത്തിയത് എന്തിനാണെന്നുള്ളത് നാട്ടുകാർ അറിഞ്ഞിട്ടില്ല. പക്ഷെ അറിഞ്ഞത് മറ്റു ചില പേരിലൊക്കെയാണ്. സമരാഗ്നി എന്ന് പറഞ്ഞ ജാഥ നടത്തിയെന്ന് അറിഞ്ഞത് അന്ന് സുധാകരൻ്റെ അതിലൂടെയും ഇന്നലെ പാലോട് രവിയുടെ പാട്ടിലൂടെയൊക്കെ